നടി മീനയുടെയും ഭർത്താവ് ഗണേഷിൻ്റെയും ഒരായുസ്സുകൊണ്ടുള്ള അധ്വാനത്തിൻ്റെ ബാക്കിയായിരുന്നു ഷൊർണൂരിലെ ഈ കൊച്ചു വീട്. ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഭർത്താവിൻ്റെ ഓർമ്മകളുമായി ജീവിക്കാനായിരുന്നു മീന അവസാന കാലം വരെയും ആഗ്രഹിച്ചത്. അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിലാകും വരെ നടി ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നതും. 5 ദിവസത്തെ ആശുപത്രി ജീവിതത്തിനൊടുവിൽ മരണം വിളിച്ചപ്പോൾ വിങ്ങിപ്പൊട്ടിയാണ് മകൾ സംഗീതയും മകൻ മനോജ് ഗണേഷും ആ വാർത്ത അറിഞ്ഞത്. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ആ വീട്ടുമുറ്റത്തേക്ക് മീനയുടെ മൃതദേഹം എത്തിച്ചപ്പോൾ 100ഓളം പേരാണ് അവസാനമായി കാണുവാനെത്തിയതും. അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നടിയെ സ്നേഹിച്ചിരുന്ന ആരാധകരിലേക്ക് എത്തുന്നതും. ഇന്നലെ ഉച്ചയോടെയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഏതാനും മണിക്കൂറുകൾ ഇവിടെ പൊതുദർശനത്തിന് വച്ചു. മൊബൈൽ മോർച്ചറിക്കുള്ളിൽ വച്ചിരുന്ന മീനയുടെ മൃതദേഹത്തിനരികെ വിങ്ങിപ്പൊട്ടിയായിരുന്നു മകൾ സംഗീത ഇരുന്നത്. മകൻ മനോജ് ഗണേഷും വീട്ടിൽ ഉണ്ടായിരുന്നു. അമ്മയെ അവസാന നോക്കു കാണാൻ എത്തിയവരോട് സംസാരിച്ചും അമ്മയുടെ ഓർമ്മകളും വിവരങ്ങളുമെല്ലാം പങ്കുവച്ചും മകനായിരുന്നു ഉണ്ടായിരുന്നത്. 2 മക്കൾക്കു വേണ്ടിയും ജീവിച്ചവരായിരുന്നു നടി മീനയും ഭർത്താവ് ഗണേഷും. BSc വരെ പഠിപ്പിച്ച മകന് ഇഷ്ടം സിനിമാ സീരിയൽ മേഖലയിലേക്കായിരുന്നു. തുടർന്ന് നടി തന്നെയാണ് മകനെ സീരിയലിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കുന്നതും തുടർന്ന് നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായി മനോജ് ഗണേഷ് എന്ന മകൻ മാറുന്നതും. വിശുദ്ധ ചാവറയച്ചനും സാന്ത്വനവും അടക്കമുള്ള പ്രൊജക്റ്റുകളിൽ മനോജ് പ്രവർത്തിച്ചിരുന്നു. ഷൊർണൂരിൽ അമ്മയ്ക്കൊപ്പമായിരുന്നു മനോജ് താമസിച്ചിരുന്നത്. 2016 വരെ മീനയും അഭിനയ രംഗത്ത് സജീവമായിരുന്നു. എന്നാൽ ശാരീരിക അവശതകൾ അലട്ടിയപ്പോൾ അഭിനയം മതിയാക്കിയ മീന പിന്നീട് കഴിഞ്ഞത് അമ്മയിൽ നിന്നും കിട്ടുന്ന പെൻഷൻ തുകയിലാണ്. മീന അഭിനയിച്ചിരുന്ന കാലത്തുടനീളം അമ്മയുമായി നല്ല ബന്ധത്തിലായിരുന്നു മകനുണ്ടായിരുന്നത്. എന്നാൽ അസുഖങ്ങൾ അലട്ടി വയ്യാതായി തുടങ്ങിയതോടെ അമ്മ മകന് ഭാരമായെന്ന് മീന പലപ്പോഴും പരാതിപ്പെട്ടിരുന്നു. സാമ്പത്തികമായി മകനെ സഹായിക്കുവാൻ അമ്മയ്ക്ക് കഴിയാതായതോടെ ചികിത്സകൾക്കും ഭക്ഷണത്തിനും പോലും കഴിയാത്ത അവസ്ഥയിലേക്കും എത്തി. ഒരിക്കൽ മകനോട് കാശിന് ചോദിച്ചപ്പോൾ ചിരട്ടയെടുത്ത് റോഡിലിറങ്ങി തെണ്ടാൻ മകൻ പറഞ്ഞെന്ന് കണ്ണീരോടെയാണ് മീന പറഞ്ഞത്. എങ്കിലും അവസാന നാളുകളിൽ അമ്മയോടുള്ള പിണക്കമെല്ലാം മാറ്റി മനോജും ഒപ്പം നിന്നിരുന്നു. ഭർത്താവിനൊപ്പം കുടുംബജീവിതം നയിക്കുന്ന മകൾ സംഗീതയാണ് മീനയ്ക്കപ്പോൾ ആശ്രയമായി ഉണ്ടായിരുന്നത്. സ്റ്റുഡിയോയും അക്ഷയ സെന്റർ നടത്തിപ്പുകാരിയുമൊക്കെയായ മകൾ പലപ്പോഴും അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും ഭർത്താവിൻ്റെ ഓർമ്മകളുള്ള വീട്ടിലേക്ക് മടങ്ങിയെത്താനായിരുന്നു മീന ആഗ്രഹിച്ചത്. അങ്ങനെയാണ് മകളുടെ സഹായത്തോടെ വീട്ടിൽ ഒരു സ്ത്രീയെ സഹായത്തിന് വെച്ച് മീന കഴിഞ്ഞത്. അമ്മയിൽ നിന്നും ലഭിച്ചിരുന്ന പെൻഷൻ കാശുകൊണ്ടായിരുന്നു ജീവിതം. 7 മാസങ്ങൾക്ക് മുമ്പാണ് നടി തൻ്റെ ഈ ദയനീയാവസ്ഥ വെളിപ്പെടുത്തിയത്. നേരം വെളുക്കുമ്പോൾ ജീവൻ ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച് ജീവിച്ച കാലം കൂടിയായിരുന്നു മീനയ്ക്ക് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ. ഒടുവിൽ തൻ്റെ 82-ാം വയസ്സിലാണ് നടി മരണത്തിനു കീഴടങ്ങിയത്. ഇന്നലെ പുലർച്ചെ 1:20 ഷൊർണൂരിലെ PK ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ഷൊർണൂർ ശാന്തി തീരത്ത് വെച്ചാണ് നടന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.